بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ സഹോദരന്മാരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു 45ാമത്തെ വീഡിയോയിൽ സുബഹി നിസ്കാരത്തെ സംബന്ധിച്ചും 46ാമത്തേതിൽ മഗ്‌രിബ് നിസ്കാരത്തെ സംബന്ധിച്ചും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇഷ, അസർ, ളുഹർ 3 നിസ്കാരമാണുള്ളത്. ഇതിനെ സംബന്ധിച്ച് ഇന്നത്തെ 47ാം വീഡിയോയിൽ പറയുന്നു. 3 നമസ്കാരവും 4 റക്അത്ത് വീതമുള്ളതാണ്. ളുഹർ, അസറും ഇഷ. ഇത് കഴിഞ്ഞ നമസ്കാരങ്ങളിൽ പറഞ്ഞതുപോലെ റക്അത്തുകൾ വിശദമായി പറഞ്ഞു. ഓരോ റക്അത്തും അതേമാതിരി നിസ്കരിക്കുക. 4 റക്അത്തുള്ളത് 4 റക്അത്ത് നിസ്കരിക്കുക, സലാം വീട്ടുക. അത്രയേ ഉള്ളൂ. അതുകൊണ്ട് കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല. ചെറിയൊരു കാര്യമാണ് വിശദീകരിക്കാനുള്ളത്. അതും സുന്നത്തായ കാര്യമാണ്. 2 റക്അത്തിന് ശേഷം സുജൂദിന് ശേഷം അവിടെ ഇരുന്നിട്ട് അത്തഹിയാത്ത് ഓതുക. ആദ്യത്തെ അത്തഹിയാത്ത് എന്നതിന് പേര്. അപ്പൊ 2 റക്അത്ത് കഴിഞ്ഞിട്ട് ആദ്യത്തെ അത്തഹിയാത്ത് ഓതുക. ആ ഓതിക്കഴിഞ്ഞ് എഴുന്നേറ്റ് 3ാമത്തെ റക്അത്തിലേക്ക് നിൽക്കുമ്പോൾ കൈ ചുമലിന് നേരെ ഉയർത്തിക്കെട്ടുക. 3 നമസ്കാരങ്ങളിലും അങ്ങനെ. ഇതും സുന്നത്താണ്. അപ്പൊ കൈ ഉയർത്തിക്കെട്ടേണ്ട സ്ഥലങ്ങൾ 3 ഒന്ന് ആദ്യത്തെ അത്തഹിയാത്ത് കഴിഞ്ഞ് അടുത്ത റക്അത്തിലേക്ക് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ കൈ ഉയർത്തിയ പിന്നെ ഇങ്ങനെ ഉയർത്തിയിട്ട് കെട്ട്. പിന്നെ റുക്കുവിലേക്ക് പോകുമ്പോഴും കൈ ഉയർത്തുക. റുക്കുവിൽ നിന്ന് തിരിച്ചു വരുമ്പോഴും റുക്കുവിൽ നിന്ന് ഉയരുമ്പോഴും ഇങ്ങനെ ഉയർത്തുക. 3 സ്ഥലത്ത് കൈ ഉയർത്തൽ സുന്നത്തുണ്ട്. ഇതല്ലാത്ത ഒരു സ്ഥലത്തും കൈ ഉയർത്തേണ്ട ആവശ്യമില്ല. എന്ന് പറഞ്ഞാൽ 2ാമത്തെ റക്അത്തിലേക്ക് വരുന്ന സമയത്ത് കൈ ഉയർത്തുക, അതിൻ്റെ ആവശ്യമില്ല. 4ാമത്തെ റക്അത്തിലേക്ക് വരുന്ന സമയത്ത് കൈ ഉയർത്തുക, അത് ആവശ്യമില്ല. അപ്പൊ അങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നിസ്കാരത്തെ ബാധിക്കാം. നിസ്കാരം ബാത്തിലാവണം. ഇവിടെ ഇപ്പൊ അറിവില്ലാതെ അങ്ങനെ ചെയ്തുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ അത് അറിഞ്ഞിരിക്കാൻ ആവശ്യമാണ്. അതിൻ്റെ പേരിൽ ഉണർത്തിയതാണ്. ഇനി നമുക്ക് ഫർദിനെ സംബന്ധിച്ചാണ് പറയാനുള്ളത്. നിസ്കാരത്തിന്റെ ഫർദുകൾ വേർതിരിച്ച് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞല്ലോ. ഇതെല്ലാം നമസ്കാരം എങ്ങനെ നിർവഹിക്കണം എന്ന് പറഞ്ഞതിന്റെ വിശദീകരിച്ചതിന്റെ ശേഷം പറയാമെന്നാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ അതനുസരിച്ച് ഈ വീഡിയോയിൽ നമസ്കാരത്തിന്റെ ഫർദുകളെ സംബന്ധിച്ച് പറയുന്നു. 14 ഫർദുകളാണുള്ളത്. ഇത് തന്നെ അതിൽ കൂടുതലും ചിലർ പറയട്ടെ. അത് റക്അത്തുകൾക്ക് ഓരോ റക്അത്തിനുള്ള ഫർദുകൾ സെപ്പറേറ്റ് എണ്ണീട്ടാണ് കൂടുതൽ പറയുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ 14 ഫർദാണുള്ളത്. ഒരു റക്അത്ത് നമ്മൾ നമസ്കരിച്ച് തീർക്കുമ്പോൾ 14 ഫർദുകൾ നമ്മൾ എടുത്തതായിട്ട് കണക്കാക്കപ്പെടാം. ആദ്യത്തെ ഫർദ് നിയ്യത്ത് ചെയ്യുക എന്നുള്ളത് വിശദമായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. 2ാമത്തത് നിയ്യത്തോട് കൂടെ തക്ബീറത്തുൽ ഇഹ്റാം ചെല്ലുക. തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറയുന്നത് അല്ലാഹു അക്ബർ എന്ന് പറയലാണ്. നിയ്യത്ത് ചെയ്ത് അല്ലാഹു അക്ബർ എന്ന് പറയലാണ് തക്ബീറത്തുൽ ഇഹ്റാം. 3ാമത്തേത് ഖിയാമ്. കഴിവുള്ള ആള്, നിൽക്കാൻ കഴിവുള്ളവൻ നിന്ന് നമസ്കരിക്കണം. ആ നിൽക്കുക എന്നുള്ളത് ഫർദാണ്. അപ്പൊ നിൽക്കാൻ കഴിവുള്ള ഒരാള് ഫർദ് നിസ്കാരത്തിൽ ഇരുന്ന് നിസ്കരിച്ചാൽ ശരിയാവില്ല. നിസ്കാരം ശരിയല്ല. കാരണം ഒരു ഫർദിനെ ഒഴിവാക്കിയില്ലേ. നിൽക്കാൻ കഴിവില്ലാത്ത ആളാണെങ്കിൽ ഇരിക്കാം. ഇരിക്കല് ഇപ്പോൾ നിലത്തിരിക്കുന്നവർ, കസേര ഇരിക്കുന്നവരുണ്ട്. അപ്പൊ അതൊന്നും നിന്ന് നമസ്കരിക്കാൻ കഴിവില്ലാത്തവരാണ്. പിന്നെ മൂന്നാമത്തേത് ഖിയാമ്, നിൽക്കുക. നിൽക്കുന്ന അതേ സ്ഥാനം തന്നെയാണ് ഇരുത്തത്തിനും. ഇരിക്കാൻ കഴിവുള്ള ഒരാള് ഇരിക്കാനേ കഴിവുള്ളൂ, നിൽക്കാൻ കഴിവില്ല, എന്നാൽ ഇരുന്ന് നിസ്കരിക്കണം.
അതാണ് അവിടെ നിർബന്ധം. ഇരിക്കാൻ കഴിവുള്ള ഒരാള് കിടന്ന് നിസ്കരിക്കാൻ പാടില്ല. കെടുക്കാനേ കഴിവുള്ളതെന്നുണ്ടെങ്കിൽ അത് കിടന്നിട്ട് തന്നെ നിസ്കരിക്കണം. അപ്പൊ എന്താണ് കഴിവെങ്കിൽ ആ കഴിവനുസരിച്ച് നമസ്കാരം നിർവഹിക്കുക. അതാണ് ഫർദ്. നമ്മളിപ്പോ സാധാരണ നിന്ന് നിസ്കരിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് നിൽക്കാൻ കഴിവുള്ളവരെ സംബന്ധിച്ചാണ് ഈ മൂന്നാമത്തെ ഫർദ് ഖിയാമ് എന്നുള്ളത് അവർക്ക് ഫർദാവുന്നത്. ഇനി നാലാമത്തത് ഫാത്തിഹ ഓതുക. ഫാത്തിഹ ഓതാതെ നിസ്കാരം ശരിയാവില്ല. എല്ലാ റക്അത്തിലും ഫാത്തിഹ ഓതൽ നിർബന്ധമാണ്. ഫാത്തിഹ ഇല്ലെങ്കിൽ നിസ്കാരമില്ല എന്നാണ്. ഇതിന് ഹദീസ് എല്ലാം ഉണ്ട്. ആ ഹദീസ് പിന്നീട് ഞാൻ എടുക്കും. പിന്നെ ഖിറാഅത്തുൽ ഫാത്തിഹ, ഫാത്തിഹ ഓതി, അതാണ് നാലാമത്തേത്. അഞ്ചാമത്തേത് റുക്വയാണ്. റുക്വ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, കുനിഞ്ഞു നിൽക്കുക. അഞ്ചാമത്തേത്. എന്നിട്ട് സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദി എന്ന് പറയാം. അതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടാണ്. റുക്വയിൽ നിന്ന് ഉയർന്ന് സമീഅല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞ് നിവർന്ന് നിൽക്കുക, കൈ താഴെ ഇട്ടിട്ട്, കൈ ആട്ടാതെ. അതിന് ആ നൃത്തത്തിന് മാത്രം പറയുന്നതാണ് എഴുത്തിദാല് എന്നുള്ളത്. അത് ആറാമത്തെ ഫർദ്. പിന്നെ 2 സുജൂദ് ചെയ്യുക എന്നുള്ളതാണ്. എഴുത്തിദാല് കഴിഞ്ഞാൽ ഒരു സുജൂദ് ചെയ്യുക, എന്നിട്ട് ഇടയിലിരിക്കുക. ഇത് രണ്ടും ഫർദാണ്. പിന്നെ സുജൂദ് ചെയ്യുക, അത് 2 സുജൂദ് ചെയ്യുന്നതിൽ പെട്ടു. അപ്പൊ 7 സുജൂദ് ചെയ്യുക, 8 2 സുജൂദിന്റെ ഇടയിൽ ഇരിക്കുക. അതിൽ ചെല്ലുന്ന തസ്ബീഹുകളെല്ലാം സുന്നത്താണ്. ഇനി 19 തുമൈനീനത്ത്. ഈ സുജൂദ്, റുക്വഅ്, സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തം, ഇഅ്തിദാല്, ഇതിലൊക്കെ അല്പസമയം ഒരു തസ്ബീഹ് ചെല്ലുന്ന സമയം ഒരു അടക്കം ഉണ്ടാവണം. സുജൂദ് ചെയ്യുകയാണെങ്കിൽ സുജൂദിലേക്ക് പോകലും വരലും പെട്ടെന്ന് കഴിക്കുക, അതല്ല. സുജൂദിൽ നമ്മൾ 3 പ്രാവശ്യം തസ്ബീഹ് ചെല്ലാനുള്ള സമയം എടുത്തുകൊണ്ട് അവിടെ അടങ്ങി സുജൂദിൽ കിടക്കുക. ഇഅ്തിദാലിൽ നമ്മൾക്ക് ചെല്ലാനുള്ളത് എന്താ? റബ്ബനാ വലക്കൽ ലക്കൽ ഹംദു മിൽ അസ്സമാവാതി വമിൽ അൽ-അർളി വമിൽ മാ ശിഅ്ത മിൻ ശൈഇൻ ബഅദു എന്നുള്ളത് ചെല്ലാനുള്ള സമയം എടുത്ത് ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം സുജൂദിലേക്ക് പോവുക. റുക്വയിൽ ചെയ്യാനുള്ള എന്താ? സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദിഹി 3 പ്രാവശ്യം ചെല്ലാനുണ്ട്. ആ ചൊല്ലിക്കഴിയുന്നത് വരെ അവിടെ അടങ്ങി റുക്വയിൽ കിടക്കുക. റുക്വയിൽ ഇങ്ങനെ. ഇതാണ് തുമൈനീനത്ത് എന്ന് പറഞ്ഞാൽ. അടങ്ങി ആ പ്രവൃത്തി ഏതാണോ ചെയ്യുന്നതെങ്കിൽ ആ പ്രവൃത്തിയിൽ അടങ്ങി ഇരിക്കുക, അല്ലെങ്കിൽ കിടക്കുക, അല്ലെങ്കിൽ കുനിഞ്ഞു നിൽക്കുക. അപ്പൊ തുമൈനീനത്ത് എന്ന് പറയുന്നത് റുക്വയിൽ വേണം, സുജൂദിൽ വേണം, ഇഅ്തിദാലിൽ വേണം, സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തത്തിൽ വേണം. വേഗം അങ്ങോട്ട് റുക്വയിലേക്കും സുജൂദിലേക്കും പോയിട്ട് ഉടനെ കണ്ട് എഴുന്നേറ്റ് അല്ലാഹു അക്ബർ പറഞ്ഞ് എഴുന്നേറ്റ് അങ്ങനെയല്ല വേണ്ടത്. അത് ചെയ്യല് ഫർദിനെതിരാണ്. അപ്പൊ ഈ ഫർദ് ആവേണ്ട വിധത്തിലുള്ള തുമൈനീനത്ത് നിർബന്ധം. 9ാമത്തെ ഫർദാണ് തുമൈനീനത്ത്. 10ാമത്തെ ഫർദ് അത്തഹിയ്യാത്ത്. അത്തഹിയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹി അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഒരിക്കൽ കൂടി പറയാണ്, ഇതാണ് അത്തഹിയ്യാത്ത്. ഈ അത്തഹിയ്യാത്ത് ശരിക്ക് തെറ്റുകൂടാതെ ഓതൽ നിർബന്ധമാണ്. ഇത് 10ാമത്തെ ഫർദാണ്. അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ള വരേക്കുമാണ്. അത്തഹിയ്യാത്ത് എന്ന് തുടങ്ങി അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ള എന്നത് വരേക്കുമാണ് അത്തഹിയ്യാത്ത്. ഇനി 11ാമത്തെ ഫർദ് നബിയുടെ മേൽ സ്വലാത്ത് ഇല്ല. അതിങ്ങനെയാണ്, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ. ഇത്ര മാത്രം മതി.
അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ. അങ്ങനെ അത് സ്വലാത്ത് ചൊല്ലൽ 11ാമത്തെ ഫർളാണ്. ഇതൊന്നും ഫർള് ഒരെണ്ണെങ്കിലും ചെയ്തില്ല എന്ന് വന്നാൽ നിസ്കാരം ശരിയാവില്ല. അത് മൊത്തത്തിൽ അങ്ങനെ പറയുന്നുണ്ട്. നിസ്കാരം ഫർള് എല്ലാം ശരിക്കും എടുത്താലേ നിസ്കാരം ശരിയാവുള്ളൂ. 12ാമത്തെ ഫർള് 13ാമത്തെ 11, 12 സലാം ചൊല്ല. ഇത് കഴിഞ്ഞാൽ നബിയുടെ പേരിലുള്ള സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെയുള്ളതൊക്കെ ദുആ എല്ലാം സുന്നത്തായ കാര്യങ്ങൾ. 14ാമത്തെ ഫർള് രണ്ട് സുജൂദിന് നമ്മൾ ഒരു ഫർളായിട്ടാണ് കൂട്ടിയത്. 2 സുജൂദ് ചെയ്യലും ഫർളാണ്. അപ്പോൾ 7 സുജൂദ് ചെയ്യുക, 8 2 സുജൂദിൻ്റെ ഇടയ്ക്ക് ഇരിക്കുക, 9 ഒരു സുജൂദും കൂടി ചെയ്യുക, 10 തുമൈനീനത്ത്, 11 അത്തഹിയ്യാത്ത് ഓതുക, 12 നബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക, 13 അസ്സലാമു അലൈക്കും എന്ന് സലാം ചൊല്ലുക. അത്തഹിയ്യാത്ത് കഴിഞ്ഞാൽ പിന്നെ സലാം ചൊല്ലല ഫർള്, ദുആ സുന്നത്താണ്. പിന്നെ 14 ഇതെല്ലാം ആദ്യം പറഞ്ഞതനുസരിച്ച് എല്ലാം വഴിയായിട്ട് ചെയ്യുക. 10ാമത് പറഞ്ഞത് 10ാമത്തെ പ്രവൃത്തിയായിട്ട് ചെയ്യണം. 10ാമത് ഏതാണ്? ഉദാഹരണം 10ാമത്തത് എന്ന് പറയാം, ഇപ്പോൾ തുമൈനീനത്ത് എല്ലാവരും ഉണ്ടാവണം. 9ാമത്തെ 2ാമത്തെ സുജൂദ് ചെയ്യുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ്. ഒന്നുകൂടി പറയാം. 1 നിയ്യത്ത്, 2 തക്ബീറത്തുൽ ഇഹ്റാം, 3 ഖിയാം എന്ന് പറഞ്ഞാൽ നിൽക്കുക, 4 ഫാത്തിഹ ഓതൽ. ഫാത്തിഹയിൽ എന്തെങ്കിലും തെറ്റ് പറ്റിയാൽ ഫാത്തിഹ ശരിയാവില്ല. ഫാത്തിഹ ശരിയായില്ലെങ്കിൽ നിസ്കാരം ശരിയാവില്ല. ഫാത്തിഹ ഓതാൻ അറിയാത്തവർ ഇൻഷാ അല്ലാഹ് ഇത് ഒരു അരമണിക്കൂർ നേരം നമ്മളൊന്ന് അതിനു വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണെങ്കിൽ അത് ശരിക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. ശരിക്ക് അക്ഷരങ്ങളൊക്കെ നന്നായി മൊഴിയുക. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. അത് ഇതിൻ്റെ അവസാനം പറയാം. ഒന്നും കൂടി ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട്, ഇത്തിദാല്, സുജൂദ്, 2 സുജൂദിൻ്റെ ഇടയിലിരിക്കുക, വീണ്ടും ഒരു സുജൂദും കൂടെ ചെയ്യുക. പിന്നെ തുമൈനീനത്ത് എന്ന് പറഞ്ഞാൽ സുജൂദ്, റുക്കൂഅ്, ഇത്തിദാല് എന്നിവയിൽ അടങ്ങി ഇരിക്കുക. പിന്നെ അത്തഹിയ്യാത്ത് ഓതുക, സ്വലാത്ത് നബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക, പിന്നെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറയാം. ഇതെല്ലാം വഴിയായി ചെയ്യുക. ഇങ്ങനെ 14 ഫർളുകളാണ് നിസ്കാരത്തിനുള്ളത്. ഇത് പിന്നെ നമസ്കാരം തുടങ്ങി അവസാനിക്കുന്നത് വരെയുള്ള ഫർളുകളാണ്. ഇതല്ലാത്തത് നമ്മൾ ചെയ്യുന്നതെല്ലാം സുന്നത്തുകളാണ്. സുന്നത്തുകളും ഒന്ന് വിവരിക്കാം. സുന്നത്തുകൾ ഇപ്പോൾ നിസ്കരിക്കാൻ നിന്നു, അവിടെ ബാങ്കും ഇഖാമത്തും സുന്നത്താണ്. സുന്നത്തി എന്ന് പറഞ്ഞാൽ ചെയ്താൽ പ്രതിഫലമുണ്ട്, ചെയ്തില്ലെങ്കിൽ കുറ്റമില്ല. എന്താ ചെയ്യാതിരുന്നു എന്ന് വെച്ചിട്ട് ആ കാര്യം ശരിയാവാതിരിക്കില്ല. അതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള കുറ്റമില്ല. ഇതിനാണ് സുന്നത്ത് എന്ന് പറയാം. അപ്പോൾ ഇത് വിശദമായിട്ട് പറയേണ്ടതുണ്ട്. അതുകൊണ്ട് അടുത്ത വീഡിയോയിൽ ഇൻഷാ അല്ലാഹ് സുന്നത്തുകളെ സംബന്ധിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം. ഇപ്പോൾ ഫർളുകൾ പറഞ്ഞു കഴിഞ്ഞു, നമസ്കാരങ്ങൾ നിർവഹിക്കേണ്ടത് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇതെല്ലാം കുട്ടികൾക്ക് കേൾക്കാവുന്ന വിധത്തിൽ അവർക്ക് ഇത് പ്രയോജനപ്പെടുത്തണം എന്നുള്ളതും കൂടി ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.